അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദന്യായ അധ്യക്ഷൻ സയ്യിദ് കെ നങ്ങൾ, ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കനായ അബ്ദുൽ സാഹിബ്, അഭിനായ സക്കാഫി, പ്രിയങ്കനായ സയ്യിദ് ഫഖറുദ്ദീൻ നങ്ങൾ, മറ്റു വേദിയിലിരിക്കുന്ന അഭിനന്ദരായ നേതാക്കന്മാരെ, നല്ലവരായ സഹോദരന്മാരെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ സംരംഭം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഓൺലൈൻ ശ്രോതാക്കളെ, വളരെ പ്രസക്തമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച നടന്നത്. ഇനി കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു 5 മണിക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിച്ച്, നമുക്കെല്ലാവരും നിസ്കരിക്കാത്തവരാണ്, നിസ്കരിക്കാൻ നിർത്തണം. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏകസ്വൽക്കോടും മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും എന്താ ബന്ധം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. മണ്ണാർക്കാട് എന്ന് പറയുന്നത് മണ്ണാർക്കാട് അർത്ഥത്തിലല്ല. ഇപ്പം മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ അത് വേറെ വിഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ മണ്ണാർക്കാട് എന്ന് കേൾക്കുന്നതിന് പലർക്കും പേടിയാണ്. ആദ്യം മാ മീ എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല, മൂ എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, മുടി എന്നുള്ള തമ്മു. ഇപ്പം മാ എന്ന് കേൾക്കുന്നതിൻ്റെ പ്രശ്നമാണ് ചില. കാരണം മണ്ണാർക്കാട് എന്ന് കേൾക്കുന്നത് അവരും ഏക സിവിൽ കോഡ് തമ്മിലുള്ള ബന്ധമുണ്ടോ? ഉണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം തന്നെ ഇതുപോലത്തെ ഒരു കാലത്ത് ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ ചർച്ചയായ സമയത്താണ്. ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ ചർച്ചയായി ആ നിയമം ഇവിടെ വരുന്നതിൽ ശക്തമായ പോരാട്ടമായി കൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം മുന്നേറുന്ന സമയത്ത് മുതലക്കുളം മൈതാനിയിൽ നടന്ന ഒരു പ്രത്യേകമായ സംരംഭത്തിൽ ശൈഖുനാ ശംസുൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടാണ് ഈ വിഭാഗത്തിൻ്റെ ഉത്ഭവം തന്നെ. ഇന്നും പുതിയ രേഖസിൽ കൂടി ചർച്ച വരുമ്പോഴേക്ക് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും ഇവർ ഈ രാഷ്ട്രീയത്തിന് ശത്രുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു സാഹചര്യമാണ്. പല ഭാഗത്തും ഈ വിഭാഗത്തിൻ്റെ നേതാവിൻ്റെ പ്രസ്ഥാനങ്ങൾ വായിച്ചിരിക്കും. ഇന്ത്യയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്ത്യയിൽ അസഹിഷ്ണുതയൊന്നുമില്ല, ഇന്ത്യയിൽ ഒരു പ്രശ്നമില്ല എന്ന രീതിയിലുള്ള ചില അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വിഷയമായി കൊണ്ട് കൂട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആയിരിക്കാം സുന്നി യുവജന സംഘം ഈ ചർച്ചയിനിടയിൽ ഇങ്ങനൊരു ചർച്ച കൂടി വെക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ മഹല്ലുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, പല മഹല്ലുകളിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കും ചോദിച്ചാൽ ഒരു നീതിയുമില്ലാതെ ഒരു ന്യായവുമില്ലാതെയുള്ള പ്രശ്നങ്ങൾ. മണ്ണാർക്കാടിനടുത്ത് കൊടക്കാട് കഴിഞ്ഞ ദിവസമാണ് വലിയ പ്രശ്നമുണ്ടാക്കി. മദ്രസയുടെ ഉള്ളിൽ കയറിക്കൊണ്ട് ഈ വിഭാഗം ആളുകൾ പുറത്തിറങ്ങാതെ വലിയ പ്രശ്നമുണ്ടാക്കി. ബഹുമാനായ സയ്യിദ് എംപിച്ചക്കോയ തങ്ങൾ കൊടക്കാട് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. തങ്ങൾ ഈ അടുത്ത കാലത്താണ് നമ്മുടെ പ്രസ്ഥാനത്തിൽ സജീവമായത്. തങ്ങളെ നേതൃത്വത്തിലുള്ള ആളുകൾ ഈ സമയത്ത് പോലീസുമായി ഇടപെട്ടുകൊണ്ട് പറഞ്ഞ ഒരേ ഒരു വാക്കുണ്ട്: ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നീതി നടപ്പിലാക്കിയാൽ മതി. ഈ പ്രദേശത്തെ എല്ലാവരുടെയും ആഗ്രഹം ഈ മദ്രസ മറുഭാഗത്തിന് കൊടുക്കണമെന്നാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ വോട്ടെടുപ്പ് നടത്തിക്കോളൂ, അല്ലെങ്കിൽ ആളുകളുമായി അന്വേഷണം നടത്തിക്കോളൂ. ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകൾ പറയുകയാണ് അവരുടെ മദ്രസയാണ് നടക്കേണ്ടത്, അവരുടെ സിലബസാണ് നടക്കേണ്ടതെന്ന് ആഗ്രഹമാണെങ്കിൽ ഞങ്ങളിതിന് തയ്യാറാണ്. തങ്ങൾ ഇത്രത്തോളം പറഞ്ഞു, എൻ്റെ മോനെപ്പോലും കാന്തപുരം വിഭാഗത്തിൻ്റെ സിലബസ് പഠിപ്പിക്കാൻ തയ്യാറാണ്, പക്ഷേ അവരുടെ ശക്തി ഒന്ന് തെളിയിക്കട്ടെ. അങ്ങനെ സിഐയുടെ അടുക്കൽ ചർച്ച നടന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ അതിനൊന്നും തയ്യാറല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറല്ല, വോട്ടെടുപ്പിന് തയ്യാറല്ല. കാരണം ഇവർക്കറിയാം ഒരു മത്സര രംഗത്തേക്ക് വന്നാൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഒരു മത്സര രംഗത്തേക്ക് വന്നാൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. പിന്നെയോ പ്രശ്നമുണ്ടാക്കി, നാട്ടിൽ ഫിത്തനയുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, ആ ഭിന്നിപ്പിൽ നിന്ന് മുതലെടുക്കുക, ഈ ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ഗൗരവത്തോടെ കണ്ട കാര്യമാണ്. മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പല ഭാഗത്തും പ്രസംഗിച്ചതാണ്, LDF വന്നാൽ എല്ലാം ശരിയാകുന്ന കൂട്ടത്തിൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കുമെന്ന്. അങ്ങനെ തന്നെയാണ് ഇവർ പ്രസംഗിച്ചത്. മണ്ണാർക്കാട് നമ്മൾ വിശദീകരണ സമ്മേളനം വെച്ചപ്പോൾ ബഹുമാനായ അബ്ദുൽ സാഹിബും ബഹുമാനപ്പെട്ട നാസിർ ഫൈസ് കൂടത്തായും ബഹുമാനപ്പെട്ട നമ്മളെ എളമരം കരീമാജി, പിന്നെ നമ്മളെ ജബ്ബാറാജി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഭരണത്തിന്റെ മറവിൽ ഇനി സമസ്തയുടെ മദ്രസകളോ പള്ളികളോ പിടിക്കാൻ ശ്രമിക്കരുതെന്ന് പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് വഹാബ് സഖാവി പറഞ്ഞെന്താ അറിയോ? എല്ലാം ശരിയാക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കുന്ന. അപ്പോൾ ഇതൊരു അജണ്ടയായി സ്വീകരിച്ചിരിക്കുകയാണ്.
എല്ലാ സ്ഥലങ്ങളിലും ഫിത്നയുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കി, പാവപ്പെട്ട അറിയാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് നാട്ടിലെ സമാധാനം ദൃശ്യമില്ലാതെയാക്കുക. ഇതാണ് IS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭീകരവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സമുദായത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കുക, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക, സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുക. അതല്ല ഇവർ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്ന ഒരു ബാങ്കൾക്ക് നിങ്ങൾ നമ്മളെ ശരിയാക്കാൻ വരരുത് തോന്നാ, ശരിയാക്കി തരാ കൂടത്തായില്ല പ്രസംഗം. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു LDF വരും എല്ലാം ശരിയാകും. ആണ്, ശരിയാക്കി തരാ. നിങ്ങളൊന്ന് നിക്കി അവിടെ. വെല്ലുവിളി, നിങ്ങളത് നിക്കി, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കി തരാം. അപ്പോൾ മനസ്സിലിരിപ്പാണ് ഈ ഭരണമാറ്റത്തോടുകൂടെ നമ്മളെ ശരിയാക്കൽ. ഭരണകൂടത്തിന്റെ ആളുകൾ ആഗ്രഹിച്ച പ്രമേയം അതൊന്നുമല്ല, അവർക്ക് ഇവരെ കുറിച്ച് നന്നായിട്ട് അറിയുകയും ചെയ്ത വേറെ കാര്യം. പക്ഷേ ഈ വിഭാഗം ആളുകൾ നാട് നീളെ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിൻ്റെ ആലിമീങ്ങളെ ശരിയാക്കുമെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാതെ ഇത് കേവലം ഒരു കക്കോവിലെ പ്രശ്നമല്ല, കരിപ്പൂരിലെ പ്രശ്നമല്ല, മണ്ണാർക്കാട് കൊടക്കാട്ട് പ്രശ്നമല്ല. ഇവരുടെ ഒരു വലിയൊരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചേ പറ്റൂ, ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം സമുദായത്തിന്റെ മുന്നിൽ ഏറെ വഷളായ ഒരു സമുദായമാണ് അവർ, ഏറെ വഷളായ സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ വഷളായ സാഹചര്യത്തെ തിരിച്ചു വരാനുള്ള ഏക മാർഗമായിട്ട് അവർ കാണുന്നത് അക്രമങ്ങൾ അഴിച്ചുവിടുക എന്നുള്ളതാണ്. മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. ആ തെരഞ്ഞെടുപ്പ് ആകെ വഷളായി, എല്ലാ അർത്ഥത്തിലും വഷളായി കഴിഞ്ഞപ്പോൾ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ പിന്നെ വിശകലനം ചെയ്തെന്താ അറിയോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയമാണ് നൽകിയിരിക്കുന്നത്. മണ്ണാർക്കാട് തോറ്റെങ്കിലും ബാക്കിയുള്ള മണ്ഡലത്തിലൊക്കെ ജയിച്ചല്ലേ. ബദർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വിജയം ഉറപ്പ് കൊടുത്തു. എന്നിട്ടും 14 ആളുകൾ ഷഹീദായില്ലേ? അവർ യുദ്ധമാകുമ്പോൾ കുറച്ചൊക്കെ ഷഹീദാകും, കുറച്ചൊക്കെ പരാജയപ്പെടും, എന്നാലും യുദ്ധത്തിൽ വിജയിച്ചല്ലേ ബദറിൽ എന്നതുപോലെ LDF അധികാരത്തിൽ വന്നില്ലേ? അതേ ഉസ്താദ് ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ല, മണ്ണാർക്കാട് ജയിക്കുന്ന ഉസ്താദിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. ഒരു സഖാഫി പ്രസംഗിക്കുന്ന നോക്കുന്നു, പേരിൽ കൊലപ്പെടുത്തി പോട്ടെ. കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രമല്ല കാന്തപുര ഉസ്താദ് കൊന്നവനെ കൊല്ലണം എന്നല്ല പറഞ്ഞത്. കൊലപ്പെടുത്തിയ പ്രതികളെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുകയും അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയും പോലീസിലും മറ്റൊക്കെ അവർക്ക് വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്ത ആളാണ് മണ്ണാർക്കാട് MLA ശംസു. ആ ശംസുവിനെ പരാജയപ്പെടുത്തണമെന്ന് കാന്തപുര ഉസ്താദ് പറയാൻ നിർബന്ധിതനാണ്, ബാധ്യസ്ഥനാണ്. അത് പ്രസ്താവന രൂപത്തിൽ പറഞ്ഞാലും ക്ലാസ് രൂപത്തിൽ പറഞ്ഞാലും ആഹ്വാനം ചെയ്താലും ചെയ്തില്ലെങ്കിലും ബാധ്യസ്ഥനാണ്. കാരണം ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഉസ്താദ് അത് പറഞ്ഞില്ലെങ്കിൽ ഈ സംഘടനയോടും ഇതിന്റെ പ്രവർത്തകരോടും നീതി കാണിച്ച ആളാവില്ല. അപ്പൊ പിന്നെ ഒരു ചോദ്യം, ഉസ്താദ് പറഞ്ഞിട്ടും അയാൾ അവർ ജയിച്ചല്ലോ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ബദർ യുദ്ധം ഇസ്ലാമിന് പരാജയമായിരുന്നോ വിജയമായിരുന്നോ? ബദർ ഇസ്ലാമിന് പരാജയമായിരുന്നുവോ വിജയമായിരുന്നു? അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു കേട്ടുള്ളൂ. അല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞില്ലേ, നബിയെ നിങ്ങൾ ബദറിലേക്ക് പോയിക്കോളൂ, അല്ലാഹുവിന്റെ സഹായം നിങ്ങളോട് കൂടെ ഉണ്ട്. ശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ എങ്കിലും. എന്നാൽ ആ ബദർ യുദ്ധത്തിലും 14 സ്വഹാബത്ത് ഷഹീദായി, 70ഓളം മുശ്രിക്കീങ്ങൾ ചത്തുപോയി. അതാണ് ബദർ ഇസ്ലാമിന്റെ വിജയമാണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആ വിജയമുണ്ടായിട്ടും 14 സ്വഹാബത്ത് എന്തുകൊണ്ട് മരിച്ചു? അങ്ങനെയാണെങ്കിൽ ഒറ്റ സ്വഹാബത്തും മരിക്കാതെ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന മലക്കാണ്ട് ഇറങ്ങി വന്നൊരു യുദ്ധം നടത്തിയിട്ട് ഒറ്റ ഊത്താണ്ട് ഊതിയാ പോലെ ഈ കാഫിരിങ്ങളൊക്കെ ചത്തുപോയില്ലേ? ഇല്ല. ഒരു യുദ്ധമാകുമ്പോ അതിൽ ഇങ്ങനെയൊക്കെ വരും. നമ്മൾ വിചാരിച്ചതിന് അങ്ങേപ്പുറത്ത് നമുക്കും ചില ക്ഷീണങ്ങളൊക്കെ പറ്റും എന്ന് കാണിച്ചു തരലാണ് ബദറിന്റെ വിജയം. എന്താ പറഞ്ഞത്? ഒരു യുദ്ധമാകുമ്പോൾ ആ യുദ്ധത്തിൽ കുറെ വിജയമുണ്ടാകും, കുറെ പരാജയമുണ്ടാകും. അതിനാണ് ബദറിൽ 14 ആളുകൾ ഷഹീദായത്. എന്നതുപോലെ ഉസ്താദ് ആഗ്രഹിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വരില്ല. പക്ഷെ മണ്ണാർക്കാട് തോറ്റു, അത് ബദറിൽ 14 ആളുകൾ ഷഹീദായി പോയി കൂട്ടിയാൽ മതി. ബാക്കി പറയട്ടെ. കാന്തപുര ഉസ്താദ് ആവശ്യപ്പെട്ടത് വെറും ശംസുവിനെ തോൽപ്പിക്കൽ മാത്രമല്ല. ഈ പ്രാവശ്യം UDF ഗവൺമെന്റ് വരരുത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഇവിടെ വന്ന് ഇനി പോയാൽ സുന്നികൾക്ക് അത് താങ്ങാവുന്നതിന് സഹിക്കാവുന്ന ഒരു അപ്പുറമാണ്. എന്താ ഉസ്താദ് ആഗ്രഹിച്ചത്? ഷംസ് തോൽക്കലല്ല ഉസ്താദ് ആഗ്രഹിച്ചത്.
മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണം ഇവിടെ അധികാരത്തിൽ വന്നാൽ സുന്നികൾക്ക് ക്ഷീണാണ്. ഏതായി സുന്നി? ഇവരീ പറയുന്ന സുന്നി ഇരിക്കട്ടെ. ഇങ്ങനെ കാന്തപുരത്തെ ഉസ്താദിന്റെ നിലപാട് മാത്രമല്ല, എന്റെയും മറ്റു സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകരും കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ മൊത്തം നിലപാടാണത്. അതാണ് ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചതും. കാരണം ഇവിടെ വർഗീയതയെ തടയാൻ, ഭീകരവാദത്തെ തടയാൻ, അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളുടെ LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ പേരിലാണ് ഇപ്രാവശ്യം ഇടതുപക്ഷ അധികാരത്തിൽ വന്നത്. അവർ തന്നെ പറഞ്ഞില്ലേ ന്യൂനപക്ഷ ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 30% ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളാണ്. ആ 30% ലീഗും EKSനും ഒഴിച്ചു നിർത്തിയ ബാക്കി ന്യൂനപക്ഷത്തിലെ ഏറ്റവും വലിയ ശക്തി കാന്തപുരം ഉസ്താദ് തന്നെയാണ്. കേരളത്തിൽ ന്യൂനപക്ഷം 30%, ലീഗും EKSനും ഒഴിച്ചു നിർത്തിയാൽ പിന്നെ അധികം ഉള്ളത് ഇവരാണ് പോലും. പക്ഷെ ഒന്നിന് കണക്ക് പറയുമ്പോൾ തെറ്റുന്നുണ്ടോ? കണക്ക് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് EK വിഭാഗം 15% ഉണ്ട്, ബാക്കിയുള്ളതൊക്കെ കാന്തപുരം വിഭാഗമാണ്. പിന്നെ കുറച്ച് മുജാഹിദും കുറച്ച് ജമാഅത്ത് ഇസ്ലാമി, ഇതൊക്കെ പാടെ കൂടി 15 എന്ന് പറയട്ടെ. വേണ്ട, ആ ശക്തിയാണ് ഇടതുപക്ഷത്തിനെ സഹായിച്ചതും ഒരു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ 12-13% ഉള്ളൂ കേരളത്തിൽ, 30% മുസ്ലിങ്ങളാ. അതിൽ EKSനും ഇതും കൂടിയ ഒരു 15% മാറ്റി നിർത്തിയ ബാക്കി 15 ഗണ്യമായ ഭൂരിപക്ഷം കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്തുള്ളവരാണ്. ജമാഅത്ത് ഇസ്ലാമി മുജാഹിദൊക്കെ പേരിന് 3.25% ഉണ്ടാവുള്ളൂ കേരളത്തിൽ. അപ്പൊ അവരുടെ സഹായം കൊണ്ട് തന്നെയാണ് ആ ധ്രുവീകരണമാണ് ഈ ഇലക്ഷന് പ്രതിഫലിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാണ്ടായ മെയിൻ ഫാക്ടറും. ഇത് മനസ്സിലാകാതെ പണ്ടൊരാൾ പറഞ്ഞ പോലെ വാപ്പാക്ക് എന്റെ പറ്റിയിൽ വെച്ചു തെങ്ങിന്റെ മുകളിൽ ഉണക്കവേ, വാപ്പാക്ക് ഒരു കുഴപ്പമില്ല, തല മാത്രം കാണാനില്ല എന്ന് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 91 സീറ്റ് നേടി അധികാരത്തിൽ വരികയും മുസ്ലിം ലീഗിന്റെ 2-3 സിറ്റിംഗ് സീറ്റ് പോവുകയും ബാക്കിയുള്ള സീറ്റിലൊക്കെ വെള്ളം കുടിച്ച് വേർക്കുകയും ചെയ്തു. അബ്ദുറബിന്റെ ഭൂരിപക്ഷം എത്ര? പോട്ടെ, മഞ്ചേശ്വരത്ത് അബ്ദുൾ റസാഖിന്റെ ഭൂരിപക്ഷം എത്ര? പെരിന്തൽമണ്ണയിൽ മഞ്ഞളാംകുഴിയിൽ 5ാം മന്ത്രി കിടന്ന് വേർക്കണത് നമ്മളൊക്കെ കണ്ടതല്ലേ. അതുപോലെ താനൂർ അബ്ദുറഹ്മാൻ രണ്ടത്താനി പോയി അബ്ദുറഹ്മാനോടെ വന്നത് എങ്ങനെ? ഇതൊക്കെ ആരുടെ വോട്ടിംഗ് പവറാണ്? ഇതൊന്നും അറിയാതെ നമ്മുടെ പ്രവർത്തകർ പോലും പലപ്പോഴും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, നമ്മൾ തോറ്റൂല്ലേ, നമ്മൾക്ക് ഇനി തല നിർത്തി പണക്കാൻ പറ്റുക, നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. അപ്പോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് LDF അധികാരത്തിൽ വന്നത് ഇവരെ വോട്ട് കൊണ്ടാണ്. അത് വലിയൊരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിന്റെ ഇടയിൽ ബദറിൽ 14 ശുഹദാക്കൾ മരിച്ചതുപോലെ മണ്ണാർക്കാട് നമുക്ക് തോൽവി സംഭവിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത്ര ദ്വാ ചെയ്തിട്ടൊന്നും ഇപ്പൊ വിജയിച്ചില്ലേ? അതിന് മമ്പാട്ടിന് സക്കാഫി പറഞ്ഞെന്താ അറിയോ? അള്ളാഹുത്തആല ദ്വാസ് സ്വീകരിക്കുക ഏത് രീതിയിൽ പറയാൻ പറ്റൂല എന്നാ. അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്തു ഷംസൂനെ തോൽപ്പിക്കാനൊക്കെ, പക്ഷെ അള്ളാഹുത്തആല ചെയ്തെന്താ? രണ്ടത്താണ് തോൽപ്പിക്കുക ചെയ്തത്. ഇവിടെ തീർന്നു, ഉത്തരം കിട്ടിയത് അപ്പുറത്താണ്. ഒരു സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടാലും 4 സീറ്റ് ഇപ്പുറത്ത് കിട്ടിയില്ലേ? അത് റബ്ബ് അങ്ങനെയാണ്. അദ്ദേഹം പറയാ അള്ളാഹുത്തആല അങ്ങനെയാണ്. അദ്ദേഹത്തിനോട് വിളിച്ചു ചോദിച്ചല്ലോ, നിങ്ങളല്ലേ പറഞ്ഞ് മലക്കുകൾ ഇറങ്ങി. അപ്പൊ അദ്ദേഹത്തിന് മറുപടി എന്താ? മലക്കുകൾ വഴിമാറിപ്പോയി താനൂരും കൊടുവള്ളിലേക്ക് പോയപ്പോൾ മണ്ണാർക്കാട് എത്താൻ കഴിഞ്ഞില്ല. ഇയാളെ ഈങ്ങാപ്പോയത് പ്രസംഗിച്ചു, കീശേരിൽ ചെയ്യാൻ പ്രസംഗിച്ചെന്താ അറിയോ? മലക്കുകൾ ഇറങ്ങി മണ്ണാർക്കാട്, പക്ഷേ ഷൈത്താൻ വന്നപ്പോ ഏതാ ഷൈത്താൻ? അദ്ദേഹം പറഞ്ഞ BJP ആകുന്ന ഷൈത്താനെ മുസ്ലിം ലീഗും ചേളാരിക്കാരും കൂട്ടുപിടിച്ചപ്പോൾ ആ ഷൈത്താന്റെ മുമ്പിൽ മലക്കൾ പരാജയപ്പെട്ടു പോയി. സുബ്ഹാന ജല്ല ജലാൽ. ഇവർക്ക് പറയാൻ പാടില്ലാത്ത വല്ലതുണ്ടോ? ബദറിൽ എന്താ ഉണ്ടായത്? ഷൈത്താൻ ആരിറങ്ങി? കൂടെ ഇറങ്ങി. ആര് കൂടെ? ശത്രുക്കളെ കൂടെ ഇറങ്ങി. പക്ഷേ മലക്കുകളെ കണ്ടപ്പോഴോ ഷൈത്താൻ പിൻവലിഞ്ഞു പോവുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇവിടെ സംഭവിച്ചതാണ്. മലക്കൾ അപ്പുറത്ത് ഇറങ്ങിയിട്ടില്ല, മലക്കളെ വിഷയം വരുന്നില്ല. എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. മണ്ണാർക്കാടൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസമൊക്കെ ഞങ്ങൾ കണ്ടതാ, ഇവരിങ്ങനെ എല്ലാ SSFന്റെ യൂണിറ്റിലും ബാൻഡ് സെറ്റ് ഒന്ന് ഇറക്കിയിരിക്കുക. അപ്പൊ എന്താ ഇവർ ഉറപ്പിച്ചിരിക്കുക ജയിച്ചു എന്ന്. നമ്മളിത് എങ്ങനെയാലും ജയിക്കുന്ന ഉറപ്പിച്ചിരിക്കുമ്പോൾ ഇവരാണ് ബാൻഡ് സെറ്റ് കൊണ്ടു ഇറക്കി നാളെ ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കണം, ബാൻഡ് സെറ്റ് മുട്ടണമെന്ന് ഉറപ്പിച്ചിരിക്കുക. അപ്പൊ പലരോടും നമ്മൾ ബന്ധപ്പെട്ട ഒരു മറുപടി എന്താ അറിയോ? അത് അദൃശ്യ ശക്തികൾ ഇറങ്ങിയിട്ടുണ്ട്, ജിന്നുകൾ ഇറങ്ങിയിട്ടുണ്ട്, മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. വ്യാപകമായിട്ട് പറഞ്ഞതാണ്. അത് നമ്മൾ പ്രചാരമില്ല, വ്യാപകമായിട്ട് പറയുന്നതാണ്. എത്രത്തോളം അവരെ കൂടുതൽ പലരും പറഞ്ഞു. പലപ്പോഴും ബൂത്തിലേക്ക് ചെന്നപ്പോൾ പീപ്പിന് ശബ്ദം കേട്ടിരുന്നു. നോക്കുമ്പോൾ ആരെയും കാണാൻ എന്താ? ഓരോ മലക്കും നോട്ട് ചെയ്ത് പോവുകയാണ്, ജിന്ന് നോട്ട് ചെയ്ത് പോവുകയാണ്. ജിന്ന് പല കോരത്തിലും വരുന്നല്ലേ പറഞ്ഞത്. പേരോട് തിരുമ സക്കാവി പറഞ്ഞതാ എന്റെ കോരത്തിലൊക്കെ ജിന്ന് വരാറുണ്ടെന്ന് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ വന്നതല്ല, വേറെ കഥ പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞതാ. വേറെ കഥ പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞത് മൂപ്പരെ കുട്ടിക്ക് ദിക്രി എല്ലാം കൊടുത്തു തരേ. ദിക്രി ചെല്ലാൻ കൊടുത്തപ്പോൾ കുട്ടികളെ ദിക്രി ചെല്ലാൻ തുടങ്ങിയപ്പോൾ അത്രേ കുറെ ജിന്നുകൾ ഇങ്ങനെ വരുന്നു.
അപ്പൊ എന്താ ചോദിച്ചു പറഞ്ഞാൽ അത് പേരോടുസ്ഥാൻ ഭരണയച്ചതാന്ന് പറഞ്ഞിട്ടാണ് ജിന്നുകൾ, പേരോടുസ്ഥാന നേതൃത്വത്തിലാണ് ജിന്നുകൾ വന്നത്. ആ കുട്ടി ബോധം കിട്ടു കൊണ്ടുന്ന അങ്ങനെയൊക്കെ പല കിസ്സകൾ ഇവരെ കയ്യിലുണ്ട്. പറഞ്ഞോട്ടെന്ന്. ജിന്നുകളുണ്ടാകും, എന്നോട് നേരിട്ട ജിന്നുകളുണ്ട്. നിങ്ങളെ അതിന്റെ സദസ്സിൽ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകളുണ്ട്. ഒരിക്കൽ ഞാൻ റിഫായിറ ടി വി ചൊല്ലേണ്ടി വന്നു. റിഫായിറ ടി വി ചൊല്ലിച്ചു കുറ്റ്യാടി സിറാജുൽ നിന്ന്. അപ്പൊ വടകരക്കാരനൊരു മുത്തഅല്ലിം ഉണ്ടായിരുന്നു. ആ മുത്തഅല്ലിം ഇങ്ങനെ ദിക്ർ ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീടിങ്ങനെ ഉരുണ്ടു. അങ്ങനെ രാവിലെ ഞാൻ ഈ മുത്തഅല്ലിമിനെ വിളിപ്പിച്ചു. എന്താണടാ? എന്നോട് ഉസ്താദേ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്ക് മുട്ടും കെട്ടിയിട്ട് കുറെ ആളുകൾ വന്ന് പേരോട് ഉസ്താദ് ഇപ്പം ഒരു ദിക്ർ ചൊല്ലടാന്ന് പറഞ്ഞു. ഞാൻ ബോധം കെട്ട് വീടുപോയി. പിന്നെ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു. ഞാനത് എന്നോട് ദിക്ർ ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി. അന്നത്തെ ആ ദിക്റിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ, സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു. ധാരാളം മുസ്ലിം ജിന്ന് അല്ല, സുന്നി ജിന്നുകൾ. ആ സുന്നി ജിന്നുകൾ പോയി കൂട്ടത്തിൽ പേരോട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചെന്നപ്പോ കുട്ടി ബോധം വിട്ടു വീണുന്ന. അപ്പൊ ജിന്ന് വരെ നിത്യസംഭവമാണ്, ജിന്ന് വരെ നിത്യസംഭവമാണ്. അപ്പൊ ഈ ഒരു പ്രതീക്ഷയ്ക്ക് കുട്ടികൾ പുലർത്തിയിരുന്നു. ഉസ്താദിന്റെ ഓരത്തിലൊക്കെ ജിന്ന് വരും, AP സ്ഥാനത്തുള്ള ഓരോ ജിന്നുകൾ വരും, ഇവരൊക്കെ പാട് വോട്ടുണ്ടാവും, എന്തായാലും ജയിക്കും. പക്ഷെ എണ്ണി നോക്കുമ്പോഴോ വളരെ പരാജയം. എന്നിട്ട് മമ്പാട്ടുകാരെ സക്കാവി ഇവിടുന്ന് പ്രസംഗിച്ചെന്താ? അദ്ദേഹം കീശേരിൽ വെച്ച് പറഞ്ഞു, പല സ്ഥലത്തും പറഞ്ഞെന്താണ്, അത് BJPന്റെ വോട്ട് കൊണ്ട് ജയിച്ചതാണ്, BJPന്റെ വോട്ടില്ലെങ്കിൽ ജയിക്കൂലായിരുന്നു. ഇപ്പൊ ഫറൂഖിൽ നമ്മുടെ സംസ്ഥക്ക് അനുകൂലമായിക്കൊണ്ട് അൽഹംദുലില്ലാഹ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു 100 ശതമാനം വോട്ടിന്. അവിടെ BJPന്റെ വോട്ടാണോ? ഓരോ പള്ളികളെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ അവിടെ സമസ്ത വിജയിക്കുന്നു, ഇവിടെയൊക്കെ BJPന്റെ വോട്ടാണോ? ഇന്നലെ അദ്ദേഹത്തിന്റെ ചില കണക്കുകളൊക്കെ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്തറിയോ? ഷംസുദ്ദീനും കാസർഗോഡ് BJP തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിലായിക്കുന്ന. എങ്ങനെയുണ്ട്? പുതിയ കണ്ടുപിടുത്താണ് ഇപ്പത്തെ, ഏറ്റവും പുതിയ ആളെ കണ്ടുപിടുത്താണ്. എന്താ? ഷംസുദ്ദീൻ കാസർഗോട്ടത്തെ BJPക്കാരോട് പറഞ്ഞു, നിങ്ങളവിടെ എല്ലാവരും കൂടിക്കൊണ്ട് അവിടുത്തെ മുസ്ലിം ലീഗിന് പുറത്തുള്ളവർ പറഞ്ഞു BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്യും, റസാഖിനെ തോൽപ്പിക്കുകയും ചെയ്യാം. അവിടുത്തെ BJPക്കാരോട് പറഞ്ഞു, നിങ്ങൾ മണ്ണാർക്കാട് എനിക്ക് വോട്ട് ചെയ്യാം. എങ്ങനെയുണ്ട്? മണ്ണാർക്കാടത്തെ ഷംസുദ്ദീന് കാസർഗോഡത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറഞ്ഞു അവിടെ BJPക്ക് വോട്ട് ചെയ്യാൻ. അങ്ങനെ കാസർഗോഡ് മഞ്ചേശ്വരത്തെ BJP പ്രവർത്തകന്മാർ മണ്ണാർക്കാട് ഷംസുൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വോട്ട് ചെയ്തിട്ടാണ് ഇവിടെ ആര് ജയിച്ചത്? ഷംസുദ്ദീൻ ജയിച്ചത്. അതിന് കാരണം പറഞ്ഞറിയോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 14,000 വോട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 10,000-ൽ പരം വോട്ടുള്ളൂ, ബാക്കി 4,000 ഇവിടെ. അത് മുസ്ലിം ലീഗിന്റെ പെട്ടിയിലാണ്, അതുകൊണ്ടാണ് ഷംസു ജയിച്ചത്. എന്നാലും ബാക്കിയില്ലേ? ഷംസു എത്ര വോട്ടിന് ജയിച്ചത്? 12,000 വോട്ടിന് ജയിച്ചത്. BJPന്റെ 4,000 കുട്ടികളും ബാക്കി 8,000 മിന്നിയില്ലേ? അപ്പൊ കണക്കൊന്നുമില്ല, എന്തെങ്കിലും പറയാ. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ പലതും പറയാ. എന്തൊക്കെ പറഞ്ഞതാണ് അവർ? എന്തൊക്കെ ദുആ നടത്തി? മജ്ലിസ് നൂർ നടത്തിയില്ലേ? അവരൊരു സ്ഥാപനത്തിൽ മജ്ലിസ് നൂർ നടത്തി. ഏത്? നമ്മൾ ചെല്ലുന്ന മജ്ലിസ് നൂറല്ല, ഇവിടെ പരിപാടി തുടങ്ങും മജ്ലിസ് നൂർ അല്ലേ? അതെന്താ? അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടുള്ള മജ്ലിസ് നൂറാ. അവരില്ലേ മജ്ലിസ് നൂറോ? അവരില്ലേ മജ്ലിസ് നൂർ? എന്തായിരുന്നു? ഷംസുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, സംസ്ഥാന ആലിമീങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട്, കുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മൾ ചെല്ലുന്നത് പോലെ അതേ രൂപത്തിലും ഭാവത്തിലും ബെയ്ത്തുകൾ ഉണ്ടാക്കിയിട്ട് വളരെ മോശമായ രീതിയിൽ പരിശുദ്ധമായ അസ്മാഉൽ ബദറിനെ പോലും ഇകയ്ത്തുന്ന രീതിയിലുള്ള മജ്ലിസ് നൂറായിരുന്നു അവർ ചൊല്ലിയത്. ഞാൻ ശബ്ദങ്ങൾക്ക് നിങ്ങൾ കുറച്ച് കേട്ടായി. 16 ലക്ഷം നടന്നിടും മണ്ണാർക്കാട് ശംസുവും നിന്നിടും നേരം പഹേനവൻ തോൽക്കുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മരണങ്ങൾ പലതും മാറിടും, കൊലപാതകങ്ങൾ കൂടിടും, കുടുങ്ങുന്ന പാവം ജനതക്കായി ബദിരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ
കല്ലാം കുഴീനൂറുദ്ദീനും ധീര ഷഹീദാം ഹംസയും കുരുന്നു മക്കളെ രക്ഷക്കായി ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു 2-2.5 മണിക്കൂറോളം ഈ മജ്ലിസിനോട് നടക്കുക. എങ്ങനെയാ മജ്ലിസിനോട് അള്ളാഹു സ്വീകരിക്കാൻ? നമ്മളെന്താ പറയണത്? ദാഹമഹത്തത് കൂട്ടിടും അല്ലെ? ആ സക്രാത്തിന്റെ ഹാരിൽ ഇബ്ലീസിനെ തൊട്ട് പഠിച്ചവനെ കാക്കണേ ബദരീങ്ങൾ വർക്കെത്തുന്നത്. ഇവരെന്താ പറയണത്? ആരെ ജയിപ്പിക്കണ? സുരേഷ് ബാബു ജയിപ്പിക്കണേ ബദരീങ്ങളെ വർക്കത്തിനാൽ. അള്ളാഹ് സ്വീകരിക്കണു? ബദരീങ്ങളുണ്ടോ സഹായിക്കുന്നു? ഈ നിലക്കുള്ള വോട്ടുകൾ ബദർ മാലയ്ക്ക് ഒപ്പിച്ചുകൊണ്ട് കല്ലാങ്കുഴിമാല ഉണ്ടാക്കിയില്ലേ? ഒരു മൂലയിൽ ഒന്നിനാത്രം പോകുന്നൊരു മൂലയിൽ നിന്നിട്ട് പാടണോ നിങ്ങൾ? കുറച്ചിട്ടായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മണ്ണാർക്കാടിൻ്റെ മക്കളെ വോട്ടിനവകാശമുള്ളോരെ ധീരശുഹദാനൂറുദ്ദീനെ കുഞ്ഞു ഹംസയെ മറക്കല്ലേ. മണ്ണാർക്കാടിൻ്റെ മക്കളെ വോട്ടിനവകാശമുള്ളോരെ ധീരശുഹദാനൂറുദ്ദീനെ കുഞ്ഞു ഹംസയെ മറക്കല്ലേ. പൊട്ടിക്കരയുന്ന മക്കളെ വിധവയായി തീർന്ന ഭാര്യയെ മക്കളെ നഷ്ടപ്പെട്ട ഉമ്മ ഉപ്പയെ നിങ്ങൾ മറക്കല്ലേ. ഇങ്ങനെ മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എല്ലാ മാലയും മൗലൂദും എന്തൊക്കെ ഇറക്കി നോക്കി. ഇതൊക്കെ ഉണ്ടോ ഇലക്ഷൻ മണിക്ക് പറ്റുന്ന പണിയാ? എന്തൊക്കെ വൃത്തികെട്ട പണി ഇതറിയോ? ഞങ്ങള് ഒരു തെരഞ്ഞെടുപ്പ് ഒരു ബൂത്ത് ചെന്നപ്പോ ഇവരെന്താ ചെയ്യണ അറിയോ? ഇവർ വെച്ച് മൂല്യമാരങ്ങൾ മാറിക്ക, ഇങ്ങനെ മാറി നിന്നിട്ട് പെണ്ണുങ്ങളോട് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ എന്താ അറിയോ? ഷംസുവിന്റെ ഒന്നാമത്താണ് പോളിംഗ് മെഷീനിൽ ഒന്നാമത്തെ പേര് ഷംസുവിൻ്റെതാ, രണ്ടാമത്തെ സുരേഷ് ബാബുവിൻ്റെ. അങ്ങനെ കാണിച്ചു കൊടുക്കുക. എങ്ങനെ 2-2-2. അപ്പോൾ മാന്യമായിട്ട് നമ്മളെ കുട്ടികൾ പോയിട്ട് പറഞ്ഞു, ഇവിടെ ചിന്തിച്ച് ശരിയല്ല, നിങ്ങൾ പുറത്ത് വിട്ട് എന്താ ചെയ്തോളി, ഈ ബൂത്ത് വെച്ച് ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. അതിന് പിന്നെ നമ്മളോട് മാറിയിരുന്നു. വേറെ കുറച്ച് കുട്ടികൾ വന്നിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു, അത് കാണിക്കുന്ന ഉസ്മാൻ സക്കാഫിൻ്റെ പിൻഗാമികളാ, ഇങ്ങനെ കാണിച്ച അർത്ഥം വേറെയാണ് കാരണം. അതോടെ പിന്നെ പോകേണ്ടി വന്നു. ആ കാര്യം ഷംസിനെ പറയുന്നുണ്ട്. ഷംസിന്റെ വരെ പോളിംഗ് ബൂത്തിലൂടെ ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വളരെ മോശമായ രീതിയിൽ ഒരു മൂല്യന്മാർ തലയിൽ കെട്ടം കെട്ടിയിട്ട് വളരെ വൃത്തികെട്ട രീതിയിലായിരുന്നു പ്രവർത്തിച്ചത്. അദ്ദേഹം പറയേണ്ടത് ഇറങ്ങിക്കളിച്ചപ്പോ അതും ഞങ്ങൾ കണ്ടു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ ഇറങ്ങിക്കളിച്ചാൽ നിങ്ങളൊപ്പം അങ്ങോട്ട് കൂടെ വരുന്ന ഇടതുപക്ഷക്കാർ പിൻവാങ്ങി പല ബൂത്തിലും. എന്നാ മൂല്യന്മാരെ നടത്തട്ടെ എന്ന് പറഞ്ഞു. അല്ല, തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അങ്ങനെയല്ലല്ലോ. പല ബൂത്തുകളിലും ഇവർ ചെന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു വിവരമില്ല. അലനല്ലൂർ ഒരു ബൂത്തിൽ ഒരു മൊയിലേരോട്ട് പോയിട്ട് ഇതിന്റെ അടുത്ത് നിൽക്കുകയാണ്. മൊയിലേമാരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ ഈ കോലത്തിൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്നിട്ട് ഈ കുട്ടി ചെയ്യുന്നത് എന്താ വെച്ചാൽ ബൂത്തിൽ ക്യൂ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ആംഗ്യം കാണിച്ചു കൊടുക്കുക. ഇവൻ വിചാരിച്ചത് ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ ചെന്നിട്ട് ഈ ബൂത്തിൽ ക്യൂ നിൽക്കണവർക്ക് ആംഗ്യം കാണിച്ച് അവരെ വോട്ട് മാറുന്ന. പിന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ചില ബൂത്തില് ഈ മറ്റേ മെഷീൻ ഉണ്ടല്ലോ, വോട്ടിംഗ് മെഷീൻ, അതിങ്ങനെ ആളൊന്നും ഇല്ലെങ്കിലും വെറുതെ പീ എന്ന് പറയണം. അപ്പോ എന്താ പറയണത്? അവർ പറഞ്ഞു വരുന്നത് ചില അദൃശ്യ ശക്തികൾ വന്നിട്ട് ഇങ്ങനെ കുത്തി പോവാണ്. അദൃശ്യ ശക്തികൾ വന്നിട്ട് ഇങ്ങനെ അരിവാളിന് കുത്തി അങ്ങനെ പോവാണെന്ന്. അതൊക്കെ പോരേന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധുക്കൾ ബാൻഡ് ഏൽപ്പിച്ചത്. ഇന്നലൊക്കെ ബാൻഡ് ഏൽപ്പിച്ചു, മറ്റു സംവിധാനങ്ങളൊക്കെ ഏൽപ്പിച്ചു. അപ്പൊ ഈ കുത്തിയതുണ്ടല്ലോ, അത് കണക്കാക്കിയിട്ടാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, എന്തൊക്കെ വൃത്തികെട്ട പരിപാടികൾ ചെയ്തു. പല വീടുകളിൽ പോയിട്ട് പാവപ്പെട്ട സ്ത്രീകളോട് പറഞ്ഞു, 2 പാവം സുന്നി പ്രവർത്തകന്മാരെ ക്രൂരമായി കൊന്നാളാണ് ഷംസുദ്ദീൻ. അതുകൊണ്ട് ആ ഷംസുദ്ദീൻ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സുരേഷ് ബാബുവിന് വോട്ട് ചെയ്യണം. പാവ സഹോദരിമാരിലെ 2 സുന്നി പ്രവർത്തകന്മാരെ കൊന്നു പറയുമ്പോൾ ആയിക്കോട്ടെ, ഞങ്ങൾ സുരേഷ് നോട്ട് ചെയ്തോളാറ്. അവർ ഉടൻ തന്നെ ഇവർ ചെയ്യുന്ന പണി എന്താ അറിയോ? മുസാഫത്ത് കൈ കൊടുക്കുക. ഞങ്ങൾ സത്യം ചെയ്ത് പറയണം. ഒരു സ്ത്രീ ഞങ്ങൾ പറഞ്ഞതാ, സത്യം ചെയ്ത് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സ്ത്രീ പറഞ്ഞത്തിൽ എനിക്ക് മുസാഫ് തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊന്നും കുഴപ്പമില്ല, ഇപ്പം ഹലാലാണ്.
ഇവർക്ക് ഹറാമോ ഹലാലിനും പ്രശ്നമല്ലല്ലോ. എത്രത്തോളം മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെപ്പോലും അവരുടെ മനസ്സ് മാറ്റിയെടുത്ത് വളരെ മോശമായ രീതിയിൽ. ആര്യമ്പാവിനടുത്തൊരു മദ്രസയിലൊരു കുട്ടി മദ്രസ വിട്ടു വന്ന ഉടനെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്കൊരു ലൈറ്റർ തരണം, ഒരു സിസ്റ്റർലാം കത്തിക്കാൻ വേണ്ടി. ഉമ്മ ചോദിച്ചു, എന്തിനാണ്? അത് വേണമോ, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അത് വേണമെന്ന് പറഞ്ഞു. ഈ കുട്ടി അടുക്കളയിൽ പോയി സിസ്റ്റർലാം എടുത്ത് പുറത്തു പോയി വീടിൻ്റെ നേരെ മുന്നിൽ ഷംസുദ്ദീൻ്റെ ഒരു ഫോട്ടോ ഉള്ളൊരു ഫ്ലെക്സ് ഉണ്ട്, അത് കത്തിച്ച് കളഞ്ഞു. കുട്ടി കത്തിച്ച് സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ദൃക്സാക്ഷിയായ എന്നോട് പറഞ്ഞതാ. തിരിച്ചു വരുമ്പോൾ ചോദിച്ചു, മോനെ നീ എന്ത് പണിയാ ചെയ്തത്? കുട്ടിയുടെ മറുപടി, ഉസ്താദ് പറഞ്ഞിരുന്നു ഷംസുവിൻ്റെ ഫോട്ടോ കത്തിച്ച് കഴിഞ്ഞാൽ സ്വർഗത്ത് കിടക്കും പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്ത പണിയാണ് ഇതൊക്കെ. ഒരു മൂല്യന്മാർ മദ്രസയിൽ വെച്ച് പള്ളികളിൽ വെച്ച് ചെയ്ത് കൂട്ടി വൃത്തികേടുകൾ, അതിൻ്റെ തിക്ത ഫലമാണ് അവർ അനുഭവിച്ചത്. അതിൻ്റെ ശരിയായ ഫലം ഇത് മനസ്സിലാക്കി അവിടുത്തെ എല്ലാവരും, അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. എല്ലാവരും. എത്ര LDF-ന്റെ പ്രവർത്തകന്മാർ നമ്മോട് നേരിട്ട് പറഞ്ഞത്, ഈ വർഷത്തെ വോട്ട് അത് ഷംസൂനും കോണിക്കൊന്നുമില്ല, അത് സമസ്തക്കുള്ള വോട്ടാണ്. അത് നമ്മൾ പറഞ്ഞത്, അത് സമസ്തക്കുള്ള വോട്ടായിട്ട് അവർ കണ്ടത്. ഞങ്ങൾ ഷംസൂനുള്ള വോട്ടായിട്ടോ കോണിക്കുള്ള വോട്ടായിട്ടല്ല. കോണിക്ക് ഇന്നേ വരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വോട്ട് ചെയ്യാത്ത ആളുകൾ അവർ പറഞ്ഞു, ഈ വർഷത്തെ വോട്ട് ഞങ്ങൾ ചെയ്യും. അത് ആ മൂല്യരുള്ള എതിർപ്പ് കൊണ്ടാണ്. അത് ഞങ്ങളോട് മാത്രമല്ല, ഷംസൂനോട് കാര്യം പറഞ്ഞു. ഷംസുദ്ദീനെ മണ്ണാർക്കടിച്ച് പരസ്യമായി പ്രസംഗിക്കും ചെയ്തു. കേൾക്കുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോ നല്ലവരായ ഹൈന്ദവ സഹോദരന്മാർ, എന്നിട്ട് നല്ല ബന്ധമുള്ള ആളുകൾ, അവർ കണ്ണ് ചോപ്പിച്ച് കണ്ടമിടറിയിട്ടാ പറയുന്നത്, എങ്ങനെയാ മൊയ്ലേൻ അങ്ങനെ പറയുന്നത്, ഞങ്ങൾക്കൊന്ന് കാണണം. അവരൊക്കെ കൂടി കാണിച്ചു തന്നെയാണ് ഈ 12,325. മനസ്സിലായില്ലേ? വളരെ വലിയ പ്രതിഷേധം. ഇടതുപക്ഷ സഹയാത്രികന്മാർ പോലും ഞങ്ങൾക്ക് ഇന്നേ വരെ എന്നോട് ഇത്രയും കൂടി പറഞ്ഞു, ജീവിതത്തിൽ ഞങ്ങൾ കോണിക്ക് വോട്ട് ചെയ്തിട്ടില്ല, ഇത്തവണ കോണിക്ക് വോട്ട് ചെയ്യണം. കോണിക്ക് വോട്ട് ചെയ്യുമ്പോ അത് ചെയ്യുന്നത് ഈ മൊയ്ലേർ ഇങ്ങനെ പറഞ്ഞോണ്ടാ. അത് എന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. എല്ലാവരും ഒറ്റക്കെട്ടായി ഇദ്ദേഹം എന്ന് പറഞ്ഞൊരൊറ്റ കാരണമുണ്ട്. അതുകൊണ്ട് ആ കളത്തിൽ അബ്ദുള്ള സാഹിബ് പറഞ്ഞു മണ്ണാർക്കാട് വെച്ച്, ഇയാൾ ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ 24 പേര് സുഖമായിട്ട് ജയിച്ചിരുന്നു. എല്ലാരെ കുറിച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇത് ചിലരെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, ഷംസുവിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞെങ്കിൽ അവരും സുഖമായി കൊണ്ട് ജയിക്കുമായിരുന്നു. ശരിയാണ്, പല മണ്ഡലത്തിലും ഇദ്ദേഹം ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി, അപ്പുറത്ത് പ്രവർത്തിക്കാൻ നല്ല കഴിവുള്ള സന്നദ്ധരായ ആളുകളുണ്ട്. ഇദ്ദേഹം പറഞ്ഞു കിട്ടിയാൽ മതി. കളത്തുള്ള അബ്ദുള്ള സാഹിബും പലരും ആ വിഷയങ്ങൾ തുറന്നിടുന്ന് പറയണ്ടായി. കേൾക്കും നിങ്ങൾ. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവാസികളാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ് അവരുടെ കടമ. ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങൾ അഭിമാനത്തോടെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദുന്യാവ് ചിലർക്ക് അള്ളാഹു കൊടുത്തു എന്നതിന്റെ പേരിൽ ആരെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാകരുത്. മുസ്ലിമീങ്ങൾ എന്നത് കൊണ്ട് തന്നെയാണ് മണ്ണാർക്കാട് അവർക്ക് ഈ ശിക്ഷ കിട്ടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ നേരത്തെ തന്നെ പലയിടത്തും ഇത് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയം ഇതാകുമായിരുന്നില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്ര മോശമായ പ്രസംഗങ്ങളാണ് മണ്ണാർക്കാടിന്റെ തെരുവീതികൾ അവർ നടത്തിയത്. ഇത്ര വളരെ മോശമായ രീതിയിൽ മണ്ണാർക്കാട് മാത്രമല്ല, നമ്മൾ കൂട്ടത്തിലുള്ളതുകൂടി മനസ്സിലാക്കേണ്ട മഞ്ചേശ്വരത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ സാഹിബ് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു. അദ്ദേഹം പറയാൻ, ഒരു കാലത്തൊക്കെ പലപ്പോഴും ഇങ്ങനെ കാന്തൂരി ഭാഗത്ത് വേദനിപ്പിക്കാതെ, അവർ സുന്നികളല്ലേ നിലക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഞാൻ അവരൊന്ന് പ്രകോപിച്ചുകൊണ്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടോ ഒരു വാക്കും പറയാറില്ല. അദ്ദേഹം പറയാ, പക്ഷേ എന്നെ വേദനിപ്പിച്ചൊരു കാര്യം അദ്ദേഹം പറയാ, കാസർഗോഡ് മഞ്ചേശ്വരത്ത് അബ്ദുൾ റസാഖിനെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് കാന്തൂരി ഭാഗം ആളുകളാണ്. മുസ്ലിമീങ്ങളെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, അബ്ദുൾ റസാഖ് ജയിക്കാൻ പാടില്ല, റദ്ദിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അത് സുന്നി സമൂഹത്തിന് ക്ഷീണമാണ്, അതുകൊണ്ട് ജയിക്കണം, സുരേന്ദ്രൻ ജയിക്കണം. ആര്? മണ്ണാർക്കാട് പോട്ടെ, CPI-യിലെ സുരേഷ് ബാബുവാ. കാസർഗോഡ് ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്? BJP-യുടെ സുരേന്ദ്രന് വേണ്ടിയാണ് ഈ വിഭാഗം പ്രവർത്തിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ ലക്ഷ്യം ഇസ്ലാമല്ല, സുന്നിസമല്ല, ഈ സമുദായമല്ല, ഇവരുടെ സ്വന്തം താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് പണിയാനും ഏത് അറ്റം വരെ പോകാനും ഇവർ തയ്യാറാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിൻ്റെ തിക്തഫലമാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുഖം കടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മുഖം കെട്ടില്ലേ, ആകെ വഷളായില്ലേ, പുറത്തിറങ്ങാൻ പറ്റാതായില്ലേ,
മണ്ണാർക്കാടൊക്കെ നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് ഇയാൾ കുവൈത്ത് പോയിട്ട് പ്രസംഗിക്കണത് എൻ്റെ കോലം കത്തിച്ചു. കാളബൂട്ടിന് പോകുമ്പോൾ നോക്കണം, കാളബൂട്ടിന് പോയ കുറച്ചൊക്കെ ചളിയാകും ഉറപ്പാ. അതിന് പോകരുത്, മാറി നിൽക്കണം. കാളബൂട്ടിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചളിയാകുന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ അറിയുന്ന എല്ലാ പ്രവർത്തകരും വിളിച്ചുകൂട്ടി പറഞ്ഞു നമ്മൾ അത്തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ? അവിടുത്തെ കുട്ടികളെ, അവിടുത്തെ പ്രവർത്തകന്മാരെ അത്രത്തോളം വേദനിപ്പിച്ചതിന്റെ പ്രയാസം അനുഭവിച്ചതിന്റെ തിക്തഫലമല്ലേ അദ്ദേഹം അനുഭവിച്ചത്? ഒരു പണ്ഡിതൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉസ്താദുമാർ വഫാത്തായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ 30-40 വട്ടം ജനാസസ്കരിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മരിക്കണതിന് മുമ്പ് 30-40 വട്ടം ജനാസ വന്ന ഒരു പണ്ഡിതൻ ലോകത്തുണ്ടെങ്കിൽ ഇദ്ദേഹം മാത്രമാണ്. മരിക്കണതിന് മുമ്പ് തന്നെ ജനാസകൾ ഇങ്ങനെ തുരുതുരാ വരിയിരുന്നു, ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവരുന്നു ഓരോന്നുള്ളത്. എന്ത് ചെയ്യാനോ? നമുക്ക് എന്തിനു ചെയ്യാൻ പറ്റുമോ? നമ്മൾ പലരും സൂചിപ്പിച്ചു നോക്കി, പറഞ്ഞു നോക്കി, പക്ഷെ എന്ത് ചെയ്യാൻ? ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തല്ലേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ അങ്ങനെയല്ലേ? രാഷ്ട്രീയത്തിന്റെ ശൈലി ഉണ്ടാകും. മണ്ണാർക്കാട് നടന്ന അങ്ങനെയല്ലേ? ചില രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് പോലും പലപ്പോഴും വേദന. പക്ഷെ എന്ത് ചെയ്യാൻ? ഇദ്ദേഹം ചെയ്തു കൊടുത്ത ആ ചെയ്തിയുടെ ഫലമല്ലേ? ഇവിടെ ആരൊക്കെ തോറ്റിട്ടുണ്ട്? കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു. ആരെങ്കിലും ചെറുശ്ശേരി സ്ഥാനം കോലം കത്തിച്ചിട്ടുണ്ടോ? എന്തേ കാരണം? അതും രാഷ്ട്രീയവും ചെറുശ്ശേരി സ്ഥാനം തമ്മിലൊരു ബന്ധമില്ല. കാളമ്പാടി സ്ഥാനം കോലം കത്തിച്ചില്ല. എന്തേ കാരണം? കാളമ്പാടി സ്ഥാനം തെരഞ്ഞെടുപ്പ് പോലും ബന്ധമില്ല. അതിന്റെ LDF-ന്റെ പല ആളുകളും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നമ്മളാരും അദ്ദേഹത്തിന്റെ കോലവും കത്തിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളാരും ചെയ്തില്ല. പക്ഷേ ചില പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാരൊക്കെ ചെയ്തു. അതെന്തുകൊണ്ടാണ്? ഇദ്ദേഹം ചെയ്ത ആ ചെയ്തിയുടെ ഫലമാണ് അദ്ദേഹം അനുഭവിച്ചത്. ഒരു ചെറുപ്പക്കാരൻ 11 മണിക്കൂർ ജനാസ കൊണ്ടിരുന്നിട്ട് രാത്രി ഞങ്ങളൊക്കെ അവിടെ തിരിച്ചു പോകുമ്പോൾ 8 മണിക്കൊണ്ട് ഇദ്ദേഹം ഇരുന്ന് കരഞ്ഞ് പോയല്ലോ എൻ്റെ ഉസ്താദ് പോയല്ലോ അറിഞ്ഞു. രാത്രി 10 മണിക്ക് ജനാസന്റെ വരവ് തന്നെയാണ്. അന്നൊന്നും പെട്ടി വരാറുന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് അന്ന് മുഴുവൻ ജനാസന്റെ വരവായിരുന്നു. ഇത് എന്തുകൊണ്ട് ഒരു പണ്ഡിതന് ഇത് അനുഭവിക്കേണ്ടി വന്നു? ഒരു പണ്ഡിത വേഷധാരി ഇത് അനുഭവിക്കേണ്ടി വന്നു? സമുദായത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതുകൊണ്ട്. അല്ലെങ്കിൽ ആളെ പണിക്കേണ്ട ആവശ്യമില്ല. വേറെ എന്തൊക്കെ പറയായിരുന്നു? മണ്ണാർക്കാട്ടത്തെ തെരഞ്ഞെടുപ്പിന് ചിത്രം മാറിയില്ലേ? LDF UDF എന്ന് മാറി. അത് സമസ്തയും കാന്തൂരുമായിട്ട് മാറി. ചാനലൊക്കെ എഴുതി കാണിച്ചത് തുറന്നു പറഞ്ഞില്ലേ? എല്ലാ ചാനലും തുറന്നു പറഞ്ഞില്ലേ? അത് കാന്തപുരത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു എന്നാണ്. കാന്തപുരത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു. അല്ലാതെ ലീഗിന്റെ ശക്തി പ്രഭാവം കൊണ്ട് ജയം എന്നല്ല വിലയിരുത്തിയത്. പിന്നെയോ അത് കാന്തപുരം അങ്ങനെ പ്രഖ്യാപിച്ചതുകൊണ്ട് സമുദായം മുഴുവൻ, സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നു. ചാനലൊക്കെ എഴുതി കാണിച്ചില്ലേ? പറഞ്ഞില്ലേ? പറയട്ടെ. അഡ്വക്കേറ്റ് N. ശംസുദ്ദീനെ തോൽപ്പിക്കാൻ പരസ്യമായി രംഗത്തിറങ്ങിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകിയത്. N. ശംസുദ്ദീന് വേണ്ടി സമസ്ത EK വിഭാഗം രംഗത്തിറങ്ങിയതോടെ 2 സുന്നി സംഘടനകൾ തമ്മിലെ പോരാട്ടമായി മണ്ണാർക്കാട്ട് തെരഞ്ഞെടുപ്പ് മാറി. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ശംസുദ്ദീൻ മണ്ണാർക്കാട്ട് വിജയിച്ചു കയറിയത്. കല്ലാങ്കുഴി ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ അഡ്വക്കേറ്റ് N. ശംസുദ്ദീൻ സംരക്ഷിച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മണ്ണാർക്കാട്ട് കാന്തപുരം പരസ്യ നിലപാടെടുത്തത്. ഷംസുദ്ദീനെ തോൽപ്പിക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പരസ്യ ആഹ്വാനം നടത്തിയതോടെ AP പ്രവർത്തകർ അതിനായി രംഗത്തിറങ്ങി. കാന്തപുരം വിരുദ്ധരായ EK വിഭാഗം സുന്നികൾ ഇതോടെ ഷംസുദ്ദീനെ വിജയിപ്പിക്കാനുള്ള പോരാട്ടം ഏറ്റെടുത്തു. മണ്ണാർക്കാട്ടെ തെരഞ്ഞെടുപ്പ് EK AP സുന്നികൾ തമ്മിലുള്ള ബലപരീക്ഷണമായി മാറുകയും ചെയ്തു. പ്രചരണ രംഗമാകട്ടെ കടുത്ത ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേദിയായി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 12,325 വോട്ടിന് വിജയിച്ച ഷംസുദ്ദീൻ 2011 ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ഇരട്ടിയാക്കി. മുസ്ലിം ലീഗ് അണികളെക്കാൾ ഈ വിജയം ആവേശമുണ്ടാക്കിയത് EK സുന്നികൾക്കാണ്. കാന്തപുരത്തോട് അടുക്കണമെന്ന നിലപാടുള്ള മുസ്ലിം ലീഗിലെ ചില നേതാക്കളെ കണ്ണു തുറപ്പിക്കാനുള്ള അവസരമായാണ് മണ്ണാർക്കാട്ടെ സാഹചര്യം EK വിഭാഗം ഉപയോഗപ്പെടുത്തിയത്. AP വിഭാഗം സുന്നികളെക്കാൾ വലിയ വോട്ട് ബാങ്കാണ് തങ്ങളെന്ന് തെളിയിക്കാനായെന്നും അവർ വിലയിരുത്തുന്നു. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്. സംഭവിച്ചതാണല്ലോ മണ്ണാർക്കാട്ടെ വിജയം. സത്യത്തിൽ കാന്തപുര വിഭാഗത്തിന് കനത്ത തിരിച്ചടിയായി. അത് ഇവിടെ നിന്നല്ല, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ എവിടെ ചെന്നാലും അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം അദ്ദേഹം അബുദാബി പോയിട്ട് എന്താ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? ഞാൻ അങ്ങനെ തോൽപ്പിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടില്ല. ഈ സാധുവിടെ 13 ഇന്നോവ 313 ഇന്നോവ ഏൽപ്പിച്ചിട്ട് പോയ ആളാ. 313 ഇന്നോവ ഏൽപ്പിച്ചിട്ട് അബുദാബിയിൽ പോയി. അവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ വന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി 313 ഇന്നോവയുടെ അകമ്പടിയോടുകൂടെ മണ്ണാർക്കാട്ടേക്ക് വരാം, അവിടെ രാജകീയ സ്വീകരണം നൽകാം എന്നൊക്കെ പ്രതീക്ഷയിൽ പോയ ആളാ. അവിടെ ചെന്നപ്പോഴാ കേട്ടത്
തോറ്റു എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. കൊലപാതകത്തിന് ആളെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് എന്നും ആണ് എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ശിഷ്യൻ മർക്കസിലെ പ്രൊഫസർ കൂടിയായ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അദ്ദേഹം ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറയുന്ന ഉസ്താദ് ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ആ പ്രഖ്യാപനം ഞങ്ങൾ ഏറ്റെടുത്തു. എന്താ പ്രഖ്യാപനം? മണ്ണാർക്കാട് ശംസുദ്ദീനെ തോൽപ്പിക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ ഏറ്റെടുത്തു. ബദറിൽ അല്ലാഹു സഹായിച്ചതുപോലെ മണ്ണാർക്കാടും അല്ലാഹു സഹായിക്കുന്ന അദ്ദേഹം പ്രസംഗിച്ചത്. പ്രഖ്യാപനം, ആഹ്വാനം എന്ന് തന്നെയാണ് ഹുസൈൻ സഖാഫി എന്ന് ഉപയോഗിച്ച ശൈലി. കേൾക്കും നിങ്ങൾ. ഉസ്താദ് ഒരു ആഹ്വാനം നൽകിയാൽ അത് മണ്ണാർക്കാടാണെങ്കിലും പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ ആഹ്വാനം ചുമലിലേറ്റി നെഞ്ചിലേറ്റി ശൈഖുന അങ്ങ് പറഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച് മർക്കസിന്റെ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ, അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അസ്ഹാബുൽ ബദറിനെ ഇറക്കിക്കൊണ്ട് തുടങ്ങിയ ദ്വയാണ് മർക്കസിൽ നിന്ന് കാന്തപുരൻ ആഹ്വാനം ചെയ്തത് മുതൽ തുടങ്ങിയ ദ്വയാണ്. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ബദറിൽ അള്ളാഹു തആല മലക്കളിറക്കിയതുപോലെ അന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല. കാരണം പടച്ച റബ്ബിനിക്ക് ഇതൊക്കെ അറിയാലോ. അല്പമെങ്കിലും സത്യസന്ധപരത്തുണ്ടാവണ്ടേ, അല്പമെങ്കിലും വേണ്ടേ. എന്നിട്ട് ഇപ്പോൾ ഇയാൾ പറഞ്ഞെന്താ അറിയോ? ഞാനിൽ ഉറച്ചു നിൽക്കുന്ന. ഏതിൽ ഉറച്ചു നിൽക്കുന്നു? മണ്ണാർക്കാട് എടുത്ത നിലപാടിൽ. എന്താ? ശംസുദ്ദീൻ ജയിക്കാൻ പാടില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്ത് നിലപാടെടുത്ത കാര്യം? അയാൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് മാത്രമല്ല, നിയമസഭയിൽ പോയിട്ട് പറഞ്ഞു ഇയാൾ കാരണം എനിക്ക് ഇത്ര വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അയാൾ ആണത്വം കൊണ്ട് പറഞ്ഞതാണത്, അന്തസ്സോടെ പറഞ്ഞു. അവിടെ പോയിട്ട് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇയാള് പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാണ്. എന്താ പത്രസമ്മേളനം നടത്തുമ്പോൾ പറയുന്നത്? ഞങ്ങൾ ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ കുറിച്ച് ചാനൽ വന്നിട്ട് വാങ്ങും നിങ്ങൾ. ബോർഡ് നിയമനം PSCക്ക് വിടുന്നതിനെ സ്വാഗതം ചെയ്ത കാന്തപുരം സ്വന്തം ആളുകളെ തിരികെ കയറ്റാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ലീഗും EK സുന്നികളും PSC നിയമനത്തെ എതിർക്കുന്നുവെന്ന് കാന്തപുരം ജിദ്ദയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും കാന്തപുരം വ്യക്തമാക്കി. പുതിയ സർക്കാരിന് കീഴിൽ വഖഫ് ബോർഡ്, ഹജ്ജ് കമ്മിറ്റി തുടങ്ങിയവയിൽ തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നാണ് വിശ്വാസമെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടുന്നതിലൂടെ അർഹതയില്ലാത്തവർ ജോലിയിൽ പ്രവേശിക്കുന്നത് തടയാം. സ്വന്തം ആളുകളെ തിരികെ കയറ്റാൻ കഴിയാത്തതുകൊണ്ടാണ് മുസ്ലിം ലീഗും EK സുന്നികളും ഈ തീരുമാനത്തെ എതിർക്കുന്നതെന്ന് കാന്തപുരം പറഞ്ഞു. നടത്തുന്ന വേറെ തരികയാണ്. വഖഫ് ബോർഡ് PSCക്ക് വിടാൻ പാടില്ല എന്നാണ് സമസ്തക്കാരുടെ നിലപാട്. അതെന്തുകൊണ്ടാണ്? PSCക്ക് വിട്ടുകഴിഞ്ഞാൽ സമസ്തക്കാർക്ക് വഖഫ് ബോർഡിൽ കയറാൻ കഴിയില്ല. അതുകൊണ്ടാണ് PSCയിലേക്ക് വിടുന്നതിന് സമസ്ത എതിർക്കുന്നവർ വ്യാപകമായ പ്രചാരണം നടത്തുന്നത്. പക്ഷെ നമ്മുടെ നേതാക്കന്മാർ ബഹുമാനായ കൊട്ടുപ്രസ്ഥാന നേതൃത്വത്തിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലേ, PSCക്ക് വിടുന്നതിന് ഞങ്ങൾ സർവാത്മനാ സ്വാഗതം ചെയ്യുന്നവരുണ്ട്. വെറുതെ സമസ്തന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടാക്കണം. അതൊക്കെ പറയട്ടെ. കുറച്ച് ആളുകൾ തിരികെ കയറ്റാൻ കാത്തിരിക്കുകയായിരുന്നു. അതിപ്പോൾ നടക്കൂല. വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും മുസ്ലിം ലീഗുമായി നല്ല ബന്ധം തുടരാനാണ് ആഗ്രഹം. BJPക്ക് വോട്ട് മറിച്ചു എന്ന ലീഗിന്റെ ആരോപണം കാന്തപുരം നിഷേധിച്ചു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ സുന്നികൾ എടുത്ത നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ശ്രമിക്കപ്പെട്ടവരെ സഹായിക്കാത്ത ആളുകൾ ഉൾപ്പെടണമെന്ന് ഞങ്ങൾക്ക് ഉണ്ട്. അതിപ്പോഴും അത് തന്നെയാണ്. മണ്ണാർക്കാട് നിലപാടെന്താ? ശംസുദ്ദീൻ ജയിക്കാൻ പാടില്ല. അത് ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാം. ഷംസ് നിയമസഭയിൽ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞു. എന്തേ കാരണം? ഇവരെ കൂടെ ആളില്ല. ഈ പ്രശ്നമുണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ ഒരു മഹലിൽ പോലും ജയിക്കാൻ കഴിയില്ല. ഒരു മഹലിൽ പോലും ജയിക്കാൻ കഴിയില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ പ്രശ്നം നടക്കുന്ന എല്ലാ മഹലിലും തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ മതി. ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു കാര്യം കൂടി ആ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. എന്താ? മുടിപ്പള്ളിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ പാർട്സുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ അത് ആരംഭിക്കുന്നവരുണ്ട്. എൻ്റെ മുടിപ്പള്ളിയിൽ എല്ലാ പാർട്സിനും എവിടെ സ്ഥലം ചോദിച്ചാൽ സ്ഥലമൊന്നും പറഞ്ഞു തരില്ല. സ്ഥലമൊന്നും പറഞ്ഞു തരില്ല. കോടികൾ പിരിച്ചിട്ട് പാവങ്ങളെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത കാശുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര വർഷങ്ങളായി കഴിയുന്നു. അള്ളാഹിനോട് മറുപടി പറയണ്ടേ? ഒരു സൂക്ഷ്മത വേണ്ടേ? ഒരു പണ്ഡിതനക്കായി ജീവിക്കുമ്പോൾ ഒരു സൂക്ഷ്മത വേണ്ടേ?
പൂർവികരായ ആലിമീങ്ങളൊക്കെ എത്ര സൂക്ഷ്മതയിലാണ് ജീവിച്ചത്. ആലിമീങ്ങളെന്ന് വേണ്ട, പൂർവികരായ സാധാരണക്കാരായ മനുഷ്യന്മാർ പോലും എത്ര സൂക്ഷ്മതയിലാണ് ജീവിച്ചത്. മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. മഹാനുകൾ പറയാൻ, ഞാനൊരു ദിവസം ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ശക്തമായ ചൂടുള്ള ദിവസമാണ്. നട്ടുച്ച നേരത്തെ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ആട്ടിടയനെയും ഒരാട്ടിൻ പറ്റത്തെയും കാണുകയാണ്. ഒരാട്ടിടയൻ ഒരാടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന രംഗം കണ്ടു. ഞങ്ങൾ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പുറപ്പെട്ടു. ഈ ആട്ടിടയനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്ഷണം കഴിക്കുകയല്ലേ? അദ്ദേഹം പറഞ്ഞു, ഇന്നീ സായിമൻ, ഞാൻ നോമ്പുകാരനാണ്. മഹാനായ ഇബ്നു മർദാൻ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ശക്തമായ ചൂടുള്ള ദിവസത്തിൽ മരുഭൂമിയിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കായ ഒരു ചെറുപ്പക്കാരൻ സുന്നത്ത് നോമ്പ് നടക്കുകയോ? ഞാൻ അദ്ദേഹത്തിന്റെ ഭക്തിയും ഈമാനും ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഇബ്നു മർദാൻ പറയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ചോദിച്ചു, അല്ല സഹോദര, ധാരാളം ആടുകളുണ്ടല്ലോ, ഒരു ആടിന് ഞങ്ങൾക്ക് വിലക്ക് തരുമോ? ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, തരില്ല. ഇത് മുതലാളിയുടെ സമ്മതമില്ലാതെ ആട് വിൽക്കാൻ എനിക്ക് അധികാരമില്ല. ഇബ്നു മർദാൻ പറയാണ്, ഞാൻ ആ ആട്ടിടയനോട് പറഞ്ഞു, സഹോദര, നിന്റെ മുതലാളി ഇത് കാണുന്നില്ല. ഈ ആയിരക്കണക്കിന് ആട്ടിൻ കൂട്ടത്തിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നിന്റെ മുതലാളി എങ്ങനെ അറിയാൻ? നീ എണ്ണം കുറഞ്ഞാൽ തന്നെ ചെന്നായ പിടിച്ചെന്ന് പറഞ്ഞാൽ പോരെ? ഇത് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, ആട്ടിടയൻ പറയുകയാണ്, ശരിയാണ്, എന്റെ മുതലാളിയെ പറ്റിക്കാം, എന്റെ കൂട്ടുകാരെ വഞ്ചിക്കാം, പക്ഷേ അല്ലാഹു എവിടെ? റബ്ബ് കാണുന്നില്ലേ? മുതലാളിയുടെ പക്ഷേ ആടിനെ കാണുന്നില്ലെങ്കിലും, നിങ്ങൾക്ക് വിൽപ്പന നടത്തുന്നത് കാണുന്നില്ലെങ്കിലും, മുതലാളിയെ പറ്റിക്കാമെങ്കിലും പടച്ച റബ്ബ് എവിടെയാ? എന്തൊരു സൂക്ഷ്മതയാണ് ഇതൊക്കെ. പൂർവ്വകാലത്ത് ജീവിച്ചു പോയ ഓരോ ആളുകൾ. മഹാനായ ബിശ്റുൽ ആഫി റളിയല്ലാഹു അൻഹു സഹോദരി ഒരിക്കൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അടുക്കലേക്ക് വരും. ബിശ്റുൽ ആഫി റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു. ഇമാം അഹ്മദ് റളിയല്ലാഹു അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഇമാം അവർകളെ, ഞങ്ങളെ വീട്ടിൽ ഞങ്ങളൊക്കെ നെയ്ത്തുകാരാണ്, വീട്ടിൽ വേല ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്, വീട്ടിൽ വെളിച്ചമില്ല. ഞങ്ങളെ വീട് റോഡിന്റെ സൈഡിലാണ്. റോഡിലൂടെ ആളുകൾ നടന്നു പോകുമ്പോൾ വെളിച്ചം വീട്ടിലേക്ക് വരാറുണ്ട്. ഈ വെളിച്ചത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ തുന്നൽ പണികൾ, നെയ്ത്തുപണികൾ ചെയ്യാൻ പറ്റുമോ? വീട്ടിൽ വെളിച്ചമില്ല, ആരെയും സമ്പത്ത് ഞങ്ങൾ അപഹരിക്കുന്നില്ല. റോഡിലൂടെ ആളുകൾ പന്തം കൊളത്തി പോകുമ്പോൾ അതിന്റെ വെളിച്ചം വീട്ടിലേക്ക് വരുമ്പോൾ ആ വെളിച്ചം സ്വീകരിക്കാൻ പറ്റുമോ? ഫഖാല അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് തങ്ങൾ ചോദിക്കുന്നു, മൻ അൻതി ആഫാകില്ലാഹ്, മോളെ നിങ്ങൾ ആരാണ്? ആ സഹോദരി പറയുന്നു, അന ഉഖ്തു ബിശ്റുൽ ആഫി, ഞാൻ ബിശ്റുൽ ആഫിയുടെ സഹോദരിയാണ്. ഇത് കേട്ടപ്പോൾ ബക്കാ അഹ്മദ് ബിൻ ഹംബൽ ബുകാഅൻ ശദീദാ, ഇമാം അഹ്മദ് തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു കണ്ണിലൂടെ വെള്ളമൊടുക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മോളെ, യഖ്റുജു മിൻ ബൈതികുൽ വറഉ സ്വാദിഖ്, നിങ്ങളെ വീട്ടിൽ നിന്നാണ് യഥാർത്ഥ സൂക്ഷ്മത പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് മോളെ, നിങ്ങളെ വീട്ടിലൊരിക്കലും തന്നെ അത് ഹറാമൊന്നുമല്ലെങ്കിലും മറ്റൊരാൾ വെളിച്ചമായിക്കൊണ്ട് പുറത്തൂടെ പോകുമ്പോൾ വെളിച്ചം നിന്റെ വീട്ടിലേക്ക് വരുന്നതാണ്, നീ അപഹരിക്കുന്നല്ലെങ്കിൽ പോലും അത് സ്വീകരിക്കേണ്ട മോളെ, അതിൽ നിന്റെ വേലകളൊന്നും ചെയ്യണ്ട. എന്താണ് ആ സൂക്ഷ്മതയ്ക്ക്? ഒരാളെ സമ്പത്ത് എങ്ങനെയും തന്നിലേക്ക് വരരുത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നാട്ടിൽ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ആട് നഷ്ടപ്പെട്ടു പോയി. ആടിനെ തിരിച്ചു കിട്ടിയില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാട് എത്ര വർഷം ജീവിക്കും പഠനം നടത്തിയിട്ട് അത്രയും കാലം പിന്നീട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നാട്ടിൽ ആട്ടിനറുത്ത് കഴിഞ്ഞാൽ ആട്ടിറച്ചി കഴിക്കാറില്ല. കാരണം നഷ്ടപ്പെട്ടു പോയ ആട്ടിറച്ചി എന്റെ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹറാമല്ലേ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു. പൂർവികരായ അയിമ്മത്തുകളൊക്കെ, ഇമാമികളൊക്കെ ഇങ്ങനെ സൂക്ഷ്മത പാലിക്കുമ്പോൾ പാവങ്ങളെ കയ്യിൽ നിന്ന് എന്തൊക്കെ പേരിലാണ് കാശുകൾ തട്ടിയെടുത്ത് ഇപ്പോഴും ഒരു പ്രശ്നവുമില്ലാതെ, ഒരു മാനക്കേടുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇവരെ പിന്നിൽ എങ്ങനെയാണ് ആലിമീങ്ങളാണ് രക്ഷിക്കൂടാൻ കഴിയുക? ഇവരെ പിന്നാലെ എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്ത് രക്ഷിക്കൂടാൻ കഴിയുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊരു പാരമ്പര്യമുണ്ട്, മഹത്തുക്കൾ കാണിച്ച പാരമ്പര്യം, അവിടെ നമ്മൾ നിൽക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് എവിടെയും പോണ്ട, എവിടെയും പോണ്ട. ഒരു ആട് സലഫിമാവണ്ട. അങ്ങനെ ഇപ്പോൾ കുറേ എണ്ണങ്ങളൊക്കെ ഉണ്ട്. അതും പുതിയ ആശയമാണ്, ആട് സലഫി. നിങ്ങൾ വായിച്ചിരിക്കും. അതെന്താ? അവരുടെ തത്വത്തിന്റെ ഭാഗമാണത്. കാരണം കുല്ലു ബിദ്അത്തിൻ ളലാല,
എന്താ ഒരു വാദം? കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാശയവും പിഴച്ചതാണ്. അവർ റസൂലുള്ളാഹിന്റെ കാലത്ത് നബി തങ്ങൾ ജീവിച്ചത് എങ്ങനെയാ? ആട് മേച്ചുകൊണ്ടാണ് ജീവിച്ചത്. അപ്പൊ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അത്യാധുനിക സംവിധാനത്തോട് ജീവിക്കൽ ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. വകുല്ലു ളലാലത്തുൻ ഫിന്നാർ, എല്ലാ ളലാലത്തും നരകത്തിലാണ്. അപ്പൊ കമ്പ്യൂട്ടർ പറ്റൂല, മറ്റൊന്നും പറ്റില്ല, നമ്മളെ കാട് മേച്ചുകൊണ്ട് ജീവിക്കണം. ഇതാണ് ആട് സറഫികൾ. അതാണ് നമ്മുടെ ആലിമ്യങ്ങൾ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് പ്രസ്താവന നടത്തി പറഞ്ഞത്. വിശുദ്ധ ഖുർആനും തിരു ഹദീസുമൊക്കെ സ്വന്തമായി വ്യാഖ്യാനിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ബിദ്അത്തുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കാനൊക്കെ രസമായിരിക്കാം, പുത്തൻ ആശയങ്ങളൊക്കെ അങ്ങനെ കുല്ലു ബിദ്അത്തിൻ, കുല്ലു ജദീദുല്ലദീൻ, എല്ലാ പുതിയതും രസമുണ്ടാവാം, പക്ഷേ അതിന്റെ പിന്നിൽ വലിയ വിപത്തുകളുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ആലിമീങ്ങൾ കാണിച്ചെന്ന മഹിതമായൊരു മാർഗമുണ്ട്, ഒരു പാതയുണ്ട്. അവിടെ നിൽക്കുക. എന്തൊക്കെ പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും, എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, ആരൊക്കെ ഏതൊക്കെ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടാലും പതറാതെ ചിതറാതെ ഈ പാതയിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ സംരംഭത്തിൽ നീ സ്വീകരിക്കണോ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ട് നമുക്ക് നീ സ്വീകരിക്കണോ റഹ്മാനെ. അള്ളാഹുവെ സംരംഭം തുടങ്ങിയത് പരിശുദ്ധമായ ബദരീയങ്ങൾ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. അള്ളാഹുവെ നീ സ്വീകരിക്കണോ റഹ്മാനെ. ആ ബദരീയങ്ങളെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഇതിനെ സഹായിച്ചവരെ നീയും സഹായിക്കണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സുകളൊക്കെ നന്നാക്കണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഖുശൂ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നിന്റെ പൊരുത്തത്തിൽ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അഭിനന്ദരായ ആലിമീങ്ങൾ നേതാക്കന്മാർ കാണിച്ചെന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അള്ളാഹുവെ വഫാത്തായപ്പോൾ ഞങ്ങൾ അഭിനന്ദരായ നേതാക്കന്മാർ, ഉസ്താദുമാർ, സയ്യിദന്മാരൊക്കെ അവർ ജീവൻ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്. അള്ളാഹുവെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നിങ്ങളെയും അവരെയും നിങ്ങളുടെ പ്രവർത്തകന്മാരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരും ഞങ്ങളുടെ സംഘടനയെ സ്നേഹിക്കുന്നവർ, അതിന്റെ പ്രവർത്തകന്മാർ എല്ലാവരെയും പഠിച്ച റബ്ബേ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. സ്വർഗം നിർബന്ധമാക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. റബ്ബേ ഓൺലൈനിലൂടെ ക്ലാസ്സുകളിലൂടെ സംരംഭം കണ്ടവർ, അള്ളാഹുവേ ഇതിനു വേണ്ടി എപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റണേ റഹ്മാനെ. പ്രയാസങ്ങളൊക്കെ പരിഹരിക്കണേ റഹ്മാനെ. വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവരെ നല്ല ബുദ്ധി കൊടുക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ ക്ഷമ തൊട്ട് മഹല്ലുകളെ രക്ഷിക്കണേ അല്ലാഹ്. ഈ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാഹ്. സമുദായത്തെ രക്ഷിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله جميع الانبياء والمرسلين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين واخر دعوانا الحمد لله رب العالمين. السلام عليكم.